ഹായ്, നമുക്കിനി 2-3 തിയറംസ് കൂടെ പഠിക്കാനുണ്ട്. വളരെ ചെറിയ 2 തിയറംസ്. അതിൽ ആദ്യത്തെ തിയറം ലയോവിലിസ് തിയറം. ലയോവിലിസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഒൺലി ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷന് പ്രത്യേകം എന്തൊക്കെയാണ്? ബൗണ്ടഡ് ആണ്, എൻറ്റയർ ആണ്. അപ്പോൾ ഒരേ സമയം ബൗണ്ടഡും എൻറ്റയറുമാണ്. ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കണം, അതോടൊപ്പം എൻറ്റയറും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് മാത്രമായിരിക്കും ഈ പ്രോപ്പർട്ടി ഒരുമിച്ച് വരുന്നത്. അതായത് ബൗണ്ടഡും ആയിരിക്കും എൻറ്റയറും ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആര് മാത്രമാണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മാത്രമാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു എഫ് ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മോഡ് എഫ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ ഇസഡ് നമുക്ക് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മുടെ എഫ് എന്തുകൂടെയാണ്? നമ്മുടെ ഫംഗ്ഷൻ എഫ് എൻറ്റയർ ഫംഗ്ഷനാണ്. അപ്പോൾ എൻറ്റയർ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യും. നമ്മളിന്ന് രാവിലെ മീൻസ് ഇനി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കോഷീസ് ഇനിക്വാളിറ്റി പഠിക്കുന്നുണ്ട്. മോഡ് എഫ് എൻ z naught is less than or equal to n factorial m by r raised to n. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ് ഇത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ n എന്ന് വെച്ചാൽ 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഇനിക്വാളിറ്റി എങ്ങനെ വരും? മോഡ് എഫ് ഡാഷ് z naught ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫാക്ടോറിയൽ 1 ആണ്, മിച്ചം പോയിട്ട് എം ബൈ ആർ എന്ന് പറയും. ഓക്കെ, ദെൻ ഫോർ എനി പോയിന്റ് ഇസഡ് നോട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബോക്സ് ചെയ്യുന്ന സാധനത്തിൻ്റെ റിസൾട്ടിൻ്റെ അകത്ത് നമുക്കറിയാം 6 എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആയിരുന്നു. നമ്മളവിടെ ചൂസ് ചെയ്യുക അങ്ങനെയാണ്. 6 എന്ന് പറയുന്നത് നമ്മളവിടെ ചൂസ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു ആർ എന്നാണ് നമ്മൾ ആ തീരത്തിൻ്റെ പ്രൂഫിൽ ചൂസ് ചെയ്യുന്നത്. അത് ടോട്ടലി ഡിക്കകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സർക്കിളാണ്. നമുക്ക് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എത്ര വേണേലും വലുതാക്കി വേണമെങ്കിൽ എന്ത് ചൂസ് ചെയ്യാം? ഈ സർക്കിള് ചൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 6 എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ട് ചൂസ് ചെയ്യാം. 6 ലാർജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ക്വാണ്ടിറ്റി മൊത്തത്തിൽ എന്തായി പോവും? ഇത് 0യിലേക്ക് അടുക്കും. കാരണം ഡിനോമിനേറ്റർ ഹ്യൂജ് ആകുമ്പോഴത്തേക്ക് ടോട്ടൽ നമ്പർ 0യിലേക്കും. അപ്പം നമ്മുടെ മോഡ് എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എത്ര വേണേലും ചെറുതാവും. ചെറുതാണിക്കാൻ വേണ്ടി ഞാൻ എപ്സിലോൺ കൊടുത്തു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്തായി പോകും? 0 ആയി പോകും ഫോർ ഓൾ പോയിന്റ് ഇസഡ് നോട്ട് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. അതായത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് 0 ആണെന്ന് കിട്ടി ഫോർ എവരി ഇസഡ് നോട്ട് ബിലോങ്സ് ടു സി. അപ്പം ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് മാത്രമാണ് ഡെറിവേറ്റീവ് എന്ത് കിട്ടുന്നത്? നമുക്ക് 0 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇങ്ങനെയാണ് നമുക്ക് എഫ് കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബൗണ്ടഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. അവിടെ നമ്മൾ കോഷീസ് ഇനിക്വാളിറ്റി ഇതാണ് ഈ ബോക്സ് ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ കോഷീസ് ഇനിക്വാളിറ്റി. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രൂഫ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര. പരീക്ഷയ്ക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റോ പ്രൂഫ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ചോദിക്കും 1 മാർക്കിൽ. സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്തുള്ളൂ? പി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. നോൺ കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരിക്കലും ഒരു ഫിക്സഡ് നമ്പർ, ഇപ്പോൾ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റൻ്റ് അല്ലാത്ത ഒരു പോളിനോമിയലാണ് ആര്? നമ്മുടെ പി ഓഫ് ഇസഡ് എന്ന് പറയുന്ന പോളിനോമിയൽ. പി ഓഫ് ഇസഡ് അപ്പോൾ എന്താണ്? ഒരു നോൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിനോമിയലാണ്. എങ്കിൽ പി ഓഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണല്ലോ. ആ ഇക്വേഷന് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് എങ്കിലും ഉണ്ടായിരിക്കും. അതായത് പി ഓഫ് ഇസഡ് ഈക്വൽ ടു 0 തരുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എങ്കിലും നമുക്ക് ഇസഡ് കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. നമ്മളപ്പം പ്രൂഫിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ്
പോളിനോമിയൽ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പോളിനോമിയൽ പി ഓഫ് ഇസഡിനെ നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഒരു എ എൻ ഇസഡ് റൈസ് ടു എൻ, എ എൻ മൈനസ് 1 ഇസഡ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര ഒരു എ 1 ഇസഡ് പ്ലസ് എ നോട്ട് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇതൊരു പോളിനോമിയലാണ്, നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്. അപ്പം എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇതിന് സീറോസ് ഒന്നും തന്നെ അല്ലെങ്കിൽ റൂട്ട് ഒന്നും തന്നെ ഇല്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിന് എന്തുണ്ട് പ്രൂവ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടെന്ന് നമുക്ക് പറയണം, ഒരു റൂട്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളപ്പോൾ അസ്യൂം ചെയ്യുന്നത് ഇതിന് റൂട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് അസ്യൂം ചെയ്തു. അതായത് പി ഓഫ് ഇസഡ് ഒരു കാരണവശാലും എന്താകത്തില്ലെന്ന് അസ്യൂം ചെയ്യുന്നു, 0 ആകത്തില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് ഒരു കണ്ടീഷനിലും ഫോർ എനി ഇസഡ് ഈ പി ഓഫ് ഇസഡ് എന്താകത്തില്ല, 0 ആകത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/p ഓഫ് ഇസഡ്. ഇത് എപ്പോഴും എന്തായിരിക്കും, ഇത് എല്ലായിടത്തും അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് ഇതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. കാരണം ഡിനോമിനേറ്റർ 0 ആകുന്ന പ്രശ്നമില്ല. അപ്പോൾ ഒരിക്കൽ പോലും എഫ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഈ പി ഓഫ് ഇസഡ് 0 ആകുന്നില്ല. സോ 1/p ഓഫ് ഇസഡ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ, ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 1/mod p z. ഓക്കെ, അപ്പം 1/mod p z നമുക്ക് എഴുതാം 1/p z ഓൾറെഡി നമ്മൾ ഇതിലുണ്ട്. അപ്പം a n z റൈസ് ടു n a n മൈനസ് 1 z റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര a1 z പ്ലസ് a നോട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ മോഡ് z റൈസ് ടു n ഔട്ട് സൈഡ് എടുക്കുന്നത്, മോഡ് z റൈസ് ടു നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. മിച്ചോപ്പ് എന്ത് വരും, a n മൈനസ് 1 z പ്ലസ് എക്സെട്ര a1 ബൈ z റൈസ് ടു n മൈനസ് 1 പ്ലസ് a നോട്ട് ബൈ z റൈസ് ടു. എഴുതാലോ. നമുക്കറിയാം ഇസഡിൻ്റെ വില ആസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ എന്താ സംഭവിക്കും, അത് ഇസഡ് ലാർജ് ആകും. ഇസഡ് ലാർജ് ആകുമ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. ഇസഡ് ലാർജ് ആയി കഴിഞ്ഞാൽ ഈ ടേം 0യിലേക്ക് പോകും. കാരണം ഡിനോമിനേറ്ററിൽ ഇസഡ് ഉണ്ട്. ഈ ടേമുകളെല്ലാം തന്നെ ടോട്ടലി എന്തായി പോകും, 0യിലേക്ക് പോകും. അപ്പം മിച്ചം നമുക്കിവിടെ എന്തേ വരത്തുള്ളൂ, ഒരു മോഡ് a n മാത്രമേ മിച്ചം വരത്തുള്ളൂ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ടേമിൽ എന്ത് സംഭവിക്കും, ആസ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പം ഡിനോമിനേറ്ററിൽ വരുന്നത് ഇവിടെ ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ക്വാണ്ടിറ്റി, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് മോഡ് a n എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, ഇത് രണ്ടല്ലേ ഉള്ളൂ. അപ്പം ടോട്ടലി അപ്പം ഡിനോമിനേറ്റർ എങ്ങോട്ട് പോകുന്നു, ടോട്ടലി ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. എങ്കിൽ 1/, ഈ സാധനം ഓക്കെ ഡിനോമിനേറ്ററാണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്, എങ്കിൽ ടോട്ടലി ഈ മോഡ് എഫ് ഓഫ് ഇസഡ് എങ്ങോട്ട് പോകും, ടോട്ടലി മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 0യിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ. എപ്പോൾ മോഡ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്കുള്ള കഥയാണ് ഈ പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഫൈനൈറ്റ് ഇസഡിന് ഇനി ഫൈനൈറ്റ് ഇസഡ് ഉണ്ടല്ലോ, ഇതിപ്പം മോഡ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി കേസ്. ഫൈനൈറ്റ് ഇസഡിന് എന്തായിരിക്കും, ഡെഫിനിറ്റ് ആയിട്ടും എഫ് എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെയോ, അതായത് മോഡ് എഫ് ഓഫ് ഇസഡ് എന്ത് ഫംഗ്ഷനാണ്, ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്. കാരണം ഫൈനൈറ്റ് ഇസഡിന് ഇത് ബൗണ്ടഡാണ്. പിന്നെ അൺബൗണ്ടഡ് ആയിട്ടുള്ള മോഡ് ഇസഡ്, ലാർജ് മോഡ് ഇസഡുകൾക്ക് എന്താണ്, മോഡ് എഫ് ഓഫ് ഇസഡിന്റെ വില 0 അപ്പം ഡെഫിനറ്റ് ആയിട്ട് മോഡ് എഫ് ഓഫ് ഇസഡ് ടോട്ടലി എന്താണ്, ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് ഇത് എന്ത് ഫംഗ്ഷനും കൂടെയാണ്, ഒരു എൻറ്റയർ ഫംഗ്ഷനും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു എഫ് ഓഫ് ഇസഡ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷനുമാണ്, എഫ് ഓഫ് ഇസഡ് എന്തുമാണ്, ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്. എങ്കിൽ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ലയോവിലിസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് ഇസഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം ബൗണ്ടഡും എൻറ്റയറുമായിട്ടുള്ള ഫംഗ്ഷൻ ആര് മാത്രമാണ്, കോൺസ്റ്റന്റ് മാത്രമാണ് നമ്മൾ പഠിച്ചു നിർത്തുകയാണ്. അപ്പം എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/p ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും, നമ്മുടെ പി ഓഫ് ഇസഡ് എന്ന് പറയുന്ന ആളും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ,
പി ഓഫ് ഇസഡ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? ആ പി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രഡിക്ഷന് കാരണം അങ്ങനെ. അപ്പം നമ്മളിവിടെ ഒരു കോൺട്രഡിക്ഷനിലെത്തി. ഓക്കെ, നമ്മളിവിടെ ഒരു കോൺട്രഡിക്ഷൻ എത്തി. ഈ കോൺട്രഡിക്ഷൻ എത്താൻ കാരണം എന്താ? നമ്മൾ തുടക്കത്തിൽ എന്ത് അസ്യൂം ചെയ്തു? തുടക്കത്തിൽ നമ്മൾ അസ്യൂം ചെയ്തു പി ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി ഇസഡ് എന്നെടുത്തു. അപ്പോൾ ഇത് തെറ്റാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 0 ആകുന്നുണ്ട് ചില ഇസഡുകൾക്ക് എന്ന് വെച്ചാൽ, അപ്പം അതിൻ്റെ അർത്ഥം പി ഓഫ് ഇസഡ് ഈക്വൽ ടു 0 ആകുന്നുണ്ട് ഫോർ സം ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെന്നാണ്? റൂട്ട് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്. ഇനി ഒരു റിസൾട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. പറഞ്ഞ് നമുക്ക് നിർത്താം. മൊറേറാസ് തിയറം. ഓക്കെ, മൊറേറാസ് തിയറം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പം വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച കോഷി ഗോർസാറ്റ് തിയറം ഉണ്ടല്ലോ, കോഷി ഗോർസാറ്റ് തിയറം, ഇതിൻ്റെ കോൺവേഴ്സ് ആണ് ആക്ച്വലി ഏത്? ഈ മൊറേറാസ് തിയറം. അത് കോഷി ഗോർസാറ്റ് തിയറത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് ഈ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എഫ് കണ്ടിന്യൂസ് ആണ് എവിടെ? ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ. ഓക്കെ, അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. മാത്രമല്ല ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് 0 ആണ് ഫോർ എവരി ക്ലോസ്ഡ് കോണ്ടൂർ സി. ഓക്കെ, എങ്കിൽ എഫ് എന്തായിരിക്കും? എഫ് ഒരു അനലിറ്റിക് ആണ് ഇൻ ഡി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ കോഷി ഗോർസാറ്റ് തിയറത്തിൽ പഠിച്ചത് നേരെ തിരിച്ചായിരുന്നു. ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, ഇങ്ങനെ കണ്ടിന്യൂറ്റിക്ക് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വില എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്താണെന്നാണ് പറയുന്നത്? 0 ആണെന്നാണ് നമ്മൾ അവിടെ പഠിച്ചത് ഫോർ എനി ക്ലോസ്ഡ് കോണ്ടൂർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് എഫ് കണ്ടിന്യൂസ് ആണ് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. മാത്രമല്ല ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണ് ഫോർ എവരി ക്ലോസ്ഡ് കോണ്ടൂർ സി ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഓർക്കാൻ എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കോഷി ഗോർസാറ്റ് തിയറത്തിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കലാണ് ഈ പഠിച്ച തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഷി ഗോർസാറ്റ് തിയറത്തിൻ്റെ റെസിപ്രോക്കൽ കഴിഞ്ഞു.